ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. L is equal to 0 raised to I, 1 raised to I greater than or equal to 0. Prove that it is not regular. ഓക്കെ, അപ്പോൾ 0 raised to I, 1 raised to I. ഈ സെയിം പാറ്റേണിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണിത്. A raised to n, B raised to n such that n greater than or equal to 1 is not regular. ഇതെല്ലാം ഈ ഒരു പാറ്റേണിൽ തന്നെ ചെയ്യേണ്ടത്. ഓക്കെ, സോ സ്റ്റെപ്പ് 1 assume that L is regular and there exists a finite automata with n number of states. നമ്മൾ ആദ്യം അങ്ങനെ അസ്യൂം ചെയ്യുവാണ്. L is regular. Okay. Now step 2 I am taking 0 raised to I, 1 raised to I. Iക്ക് ഞാനൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഡബ്ല്യൂനെ ഞാൻ സെലക്ട് ചെയ്യുവാണ്, നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. സോ ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് എ സ്പെസിഫിക് വാല്യൂ ഐ ആം ഗിവിങ് ഇറ്റ് ആസ് ജനറൽ. ദാറ്റ്സ് വൈ ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ n ഫോർ I. അല്ലേ, ഐക്ക് ഞാനിവിടെ കൊടുത്തേക്കുന്ന വാല്യൂ നോക്കി n എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, so w is equal to 0 raised to n, 1 raised to n. So mod w is equal to what? 2n. അല്ലേ, 0 തന്നെ n പ്രാവശ്യമുണ്ട്, 1 n പ്രാവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? 2n. അല്ലേ, n ടൈംസ് 0യും n ടൈംസ് 1ഉം. സോ n പ്ലസ് n 2n ആയിരിക്കും mod w. It means the length of the w will be 2n greater than n. Then we can split into 3 parts x, y, z such that y not equal to epsilon and x, y less than or equal to n. ഒന്നുമില്ല, നമ്മുടെ മൊത്തം സ്ട്രിങ് എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് ആണ് ഗ്രേറ്റർ ദാൻ n എന്ന് പറയട്ടെ. n എന്ന് വെച്ചാൽ നമ്മുടെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. നമ്മൾ ഓട്ടോമേറ്റയിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നില്ല, ഒരു ഓട്ടോമേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഓട്ടോമേറ്റയിൽ n സ്റ്റേറ്റ്സ് ആണുള്ളൂ, പക്ഷെ നമ്മുടെ സ്ട്രിങ്ങിൽ 2n നമ്പർ ഓഫ് ലെങ്ത് ഇതിനുള്ളത്. 2n ലെങ്ത് ആണ് നമ്മുടെ സ്ട്രിങ്ങിനുള്ളത്. ഒന്നുമില്ല, നമ്മുടെ ഓട്ടോമേറ്റഡിലുള്ള നമ്പർ ഓഫ് സ്റ്റേറ്റ്സിലും കൂടുതലാണ് എന്ത് നമ്മുടെ നമ്പർ ഓഫ് സിമ്പിൾസ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യാറ്? സ്റ്റേറ്റ്സിന് റിപ്പീറ്റ് ചെയ്യും. നമ്മൾ ഇന്നലെ പറഞ്ഞില്ല, ചില സ്റ്റേറ്റുകൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നൗ വി ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു 3 പാർട്സ് എക്സ്, വൈ, ഇസഡ് സച്ച് ദാറ്റ് വൈ എന്ന് പറഞ്ഞ പാർട്ട് നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആയിരിക്കണം, എക്സും വൈയും കൂടെ കൂടുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നും ആയിരിക്കണം. ആ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഇതിന് ഓരോ കേസ് വെച്ചിട്ട് സ്റ്റെപ്പ് 3ൽ തന്നെ ഒരു 3 ഡിഫറെൻറ്റ് കേസസ് വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ y contains only zeros. ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അസംഷൻസാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ തരം ക്വസ്റ്റ്യൻസ്, അതായത് ഇങ്ങനെ 0 raised to I, 1 raised to I അല്ലെങ്കിൽ w raised to R ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യും. നമുക്കറിയാം വൈ പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ആർ പമ്പിങ് ദ വൈ പാർട്ട് ഓർ വി ആർ റിപ്പീറ്റിംഗ് ദ വൈ പാർട്ട്. സോ വി ആർ അസ്യൂമിങ് സം വാല്യൂസ് ഫോർ ദ വൈ റീജിയൻ. നമ്മൾ പറയും വൈയിൽ ആദ്യം 0 മാത്രം, പിന്നെ നമ്മൾ പറയും വൈയിൽ 1 മാത്രം. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് എന്താണ് അസംഷൻസിലൂടെയാണ് നമ്മൾ ഈ തരം ക്വസ്റ്റ്യൻസ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ഞാനിവിടെ ഈ തരം വരുന്നൊരു ക്വസ്റ്റ്യൻസ് ജനറലായിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരെണ്ണിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ 0 raised to 5, 1 raised to 5 എന്നാന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് അല്ല ഇവിടെ ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്തേക്കുന്നത്, അല്ലേ? പ്രോബ്ലത്തിൽ നമുക്ക് ജനറലായിട്ട് ചെയ്യണം. എനിവേ, ഇപ്പോൾ 0 raised to 5, 1 raised to 5 എന്നാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അത് എഴുതുക? 0 ഒരു 5 പ്രാവശ്യം എഴുതി, അല്ലേ? 5 zeros. ദെൻ 1 ഒരു 5 പ്രാവശ്യം എഴുതി. ക്ലിയർ? ദാറ്റ് ഇസ് 0 raised to 5, 1 raised to 5. ഇനി ഇവിടെ എന്താ ചെയ്യാന്ന് പറയുമോ? ഇവിടെ അസംഷൻസ് നടക്കുന്നത്. നമുക്കറിയാം എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ പ്രോബ്ലം പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ അസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ഞാൻ ആദ്യം പറയും നമുക്കിവിടെ വൈയുടെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എക്സും ഇസഡും എങ്ങനെ ആയാലും നമുക്ക് പ്രശ്നമില്ല, കാരണം വൈ ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. സോ വൈയുടെ ഡിവിഷനാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയും ആദ്യം വൈയിൽ 0 മാത്രം ഉള്ളൂ എന്ന് ആദ്യം ഞാൻ പറയും. അപ്പോൾ വൈയിൽ 0നെ മാത്രം ആക്കിയിട്ട് എനിക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഓക്കെ, ആദ്യത്തെ 0ന് ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, പിന്നെയുള്ള 2 അല്ലെങ്കിൽ വേണ്ട 3 0നെ വൈ എന്ന് കൊടുത്തു. പിന്നെയുള്ള 0യും 1ഉം കൂടെ കൂടി ഞാൻ എന്ത് ചെയ്തു? ഇസഡ് എന്ന് കൊടുത്തു. ഇപ്പോൾ നോക്കിയേ, വൈയിൽ 0s മാത്രമല്ലേ വന്നിട്ടുള്ളൂ, വൈ പാർട്ടിലേക്ക് ഞാൻ അസൈൻ ചെയ്തേക്കുന്നത് 0 മാത്രമല്ലേ? ക്ലിയർ? ഇങ്ങനെ തന്നെ ഞാൻ എന്ത് ചെയ്യും? വൈയിൽ 1 മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യും. ഇതിപ്പോൾ ഒരു കേസ്. ഇങ്ങനെ തന്നെ ഞാൻ വൈയിൽ 1 മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്താൽ എനിക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 5 zeros
1 2 3 4 5 5 വൺസ്. ഓക്കെ, ഇനി ഞാൻ പറയുവാണ് എൻ്റെ വൈയിൽ 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ആദ്യം കാണുന്ന ഇത്രയും സീറോനെ ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി കാണുന്ന ഒരു 3 വണ്ണിന് ഞാൻ വൈ എന്ന് കൊടുത്തു. കാണുന്ന 2 വൈനെ ഞാൻ ഇസഡ് എന്ന് കൊടുത്തു. ഇപ്പോൾ നോക്കി, വൈയിൽ 1 മാത്രമല്ലേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ കാറ്റഗറൈസിങ് ദ വൈ ഫോർ ഡിഫറെൻറ്റ് കേസസ്. വൈക്ക് നമ്മൾ ഡിഫറെൻറ്റ് രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഡിഫറെൻറ്റ് കേസസിലേക്ക് മാറ്റുവാണ്. ഓക്കെ, ആ കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ സി, ഇവിടെ കണ്ടോ, വൈ കണ്ടെയ്ൻസ് ഓൺലി 0 എന്നുള്ള കേസ് ഞാൻ ആദ്യം എടുക്കും. കേസ് 1 ഇസ് ഈക്വൽ ടു വൈ കണ്ടെയ്ൻസ് ഓൺലി 0. ഓക്കെ, സോ വൈ ഇസ് ഈക്വൽ ടു 0 റേസ് ടു ജെ. അതായത് 0യിൽ നിന്ന് ഒരു ജെ നമ്പർ ഓഫ് സീറോസ് വൈയിലേക്ക് എടുത്തു എന്നല്ലേ നമ്മൾ മീൻ ചെയ്യുന്നത്, അല്ലേ? അതെ, ഈ എക്സാമ്പിൾ ഇവിടെ തന്നെ നോക്കുക. സി, നമ്പർ വെച്ചുള്ള നിങ്ങൾ ഇമാജിൻ ചെയ്യുക, അപ്പോഴാണ് നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ളത് കിട്ടുള്ളൂ. ഇവിടെ കണ്ടോ, ഞാൻ വൈയിലേക്ക് 0 മാത്രമേ എടുത്തുള്ളൂ. ഞാനിവിടെ എത്ര 0 എടുത്തു വൈയിലേക്ക്? 1 2 3 4, അല്ലേ? 5 സീറോസിൽ നിന്ന് 4 സീറോസ് ഞാൻ വൈയിലേക്ക് എടുത്തു, ഒരു 0 എക്സിലേക്ക് കൊടുത്തു എന്നല്ല എൻ്റെ മീനിങ്. സോ വൈ റേസ് ടു ജെ. സോ ഇവിടെ കണ്ടോ, വൈ റേസ് ടു ജെ എന്ന് പറയുമ്പോൾ ഇവിടെ ജെയുടെ കൗണ്ട് എത്രയാണ്? 1 2 3 4 എന്ന് വെച്ചാൽ വൈയിലേക്ക് കൊടുത്ത സീറോകളുടെ എണ്ണത്തിനാണ് ഞാനിവിടെ ജെ എന്ന് പറയുന്നത്. ഓക്കെ, എക്സിലേക്ക് കൊടുത്ത സീറോകളുടെ എണ്ണം എനിക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ലെറ്റർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, കെ എന്നോ അങ്ങനെ എന്തെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഇസഡിലേക്ക് കൊടുത്ത വണ്ണുകളുടെ എണ്ണം എനിക്ക് ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ നമ്മുടെ തിയറം പ്രൂവ് ചെയ്യുമ്പോൾ ഈ ജെ കെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണും. അത് ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ സി, വൈ ഇസ് ഈക്വൽ ടു 0 റേസ് ടു ജെ എന്ന് വെച്ചാൽ വൈ 0യിൽ നിന്ന് ജെ നമ്പർ ഓഫ് സീറോസ് ഞാൻ വൈയിലേക്ക് എടുത്തു. ഓക്കെ, നമുക്കറിയാം വൈയുടെ വാല്യൂ എന്തല്ല, നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആണ്, അത് നമുക്കറിയാം. സോ വൈ ഞാൻ ആദ്യം എന്താ അസ്യൂം ചെയ്യുന്നത്? വൈ കണ്ടെയ്ൻസ് ഓൺലി സീറോസ്, അല്ലേ? സോ വൈ ഈസ് ഈക്വൽ ടു 0 റേസ് ടു ജെ. 0യിൽ നിന്ന് 0 റേസ് ടു ഐ, വൈ 1 റേസ് ടു ഐ എന്നല്ലേ, അതിൽ ജെ നമ്പർ ഓഫ് സീറോസ് ഞാൻ എന്ത് ചെയ്തു? വൈയിലേക്ക് കൊടുത്തു എന്നല്ലേ മീൻ ചെയ്യുന്നത്, അല്ലേ? ഓക്കെ, ഇവിടെ സൈഡിൽ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, 0 0 0 0 4 സീറോസ് ആയിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, 1 1 1 1 4 1 ആയിരുന്നു വിചാരിക്കാം. അതിൽ ഇത് കണ്ടോ, ജെ നമ്പർ ഓഫ് സീറോസ് ഞാൻ വൈയിലേക്ക് കൊടുത്തു. ഇറ്റ് മീൻസ് 2 നമ്പർ ഓഫ് സീറോസ് വൈയിലേക്ക് കൊടുത്തു. അതാണ് ഈ ജെ എന്ന് പറയുന്നത്, 2. ഓക്കെ, വി നോ ദാറ്റ് വൈ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ, അല്ലേ? വൈ പാർട്ട് ഒരിക്കലും എപ്സിലോൺ ആക്കാൻ പാടില്ല. സോ ജെ ഗ്രേറ്റർ ദാൻ വാട്ട്? ജെ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം വൈയുടെ പാർട്ടിൻ്റെ നമ്പറിനെയാണ് നമ്മൾ ജെ എന്ന് എഴുതിയേക്കുന്നത്, അല്ലേ? അപ്പോൾ വൈ പാർട്ട് നമ്മൾ ഒരിക്കലും എപ്സിലോൺ ആക്കി വയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ജെയുടെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? ഐ എം ഗോയിങ് ടു ഡിവൈഡ് ദ ഡബ്ല്യു ടു 3 പാർട്സ്. ദാറ്റ് ഇസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എക്സ് വൈ സെഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയും, ഈ വൈനെയും ഇസഡിനെയും എക്സ് വൈ ഇസഡിന് 3 പാർട്ട് ഉണ്ടല്ലോ. അതിൽ എക്സിലേക്ക് എന്ത് വരും, വൈയിലേക്ക് എന്ത് വരും, ഇസഡിലേക്ക് എന്ത് വരും നമുക്ക് നോക്കാം. ഇത് നോക്ക്, ഇവിടെ നമുക്ക് ഇത്രയും 0 ഉണ്ട്, അല്ലേ? 4 സീറോസ് 4 വൺസ്. ജസ്റ്റ് അസ്യൂം ചെയ്യണ്ടോ, നമുക്ക് ജനറലായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നമ്പർ ഇട്ട് കൊടുത്താലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മിസ്സുടെ സൈഡിൽ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയേ, ജെ നമ്പർ ഓഫ് സീറോസ് ഞാൻ വൈയിലേക്ക് കൊടുത്തു, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി എക്സ് പാർട്ടിൽ ബാക്കിയുള്ളത് എന്താ? n മൈനസ് ജെ അല്ലേ? ബിക്കോസ് ടോട്ടൽ നമ്പർ ഓഫ് സീറോസ് എത്ര? n. 0 റേസ് ടു n 1 റേസ് ടു n എന്നല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് സീറോസ് 4 ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് വൺസ് 4 ആണ്. ഓക്കെ, ഈ 4ൽ ജെ നമ്പർ ഓഫ് സീറോസ് ഞാൻ വൈയിലേക്ക് കൊടുത്തു, ഇല്ലേ? സീറോകളുടെ എണ്ണത്തിൽ നിന്ന് 2 സീറോയിന് ഞാൻ വൈയിലേക്ക് കൊടുത്തു. ബാക്കി എക്സിൽ എത്ര സീറോസ് വരും? ഈ ജെ മൈനസ് ചെയ്തിട്ടുള്ളതല്ലേ വരുള്ളൂ. 4ൽ നിന്ന് വൈയിലേക്ക് കൊടുത്ത എമൗണ്ട് മൈനസ് ചെയ്തിട്ടുള്ളതിൽ എക്സിൽ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. എക്സ് പാർട്ടിൽ എത്ര 0 ഉണ്ട്? 0 റേസ് ടു n മൈനസ് ജെ. n മീൻസ് 4, 4 0. അതിൽ നിന്ന് ജെ നമ്പർ ഓഫ് സീറോസ് നമ്മൾ വൈയിലേക്ക് കൊടുത്തു. സോ 4 മൈനസ് ജെ മീൻസ് 2, അല്ലേ? 2 നമ്പർ ഓഫ് സീറോസ് അല്ലേ വൈയിലേക്ക് കൊടുത്ത്. സോ 0 റേസ് ടു n മൈനസ് ജെ. ക്ലിയർ? നൗ 0 റേസ് ടു ജെ, കാരണം വൈയിൽ എത്ര 0 ഉണ്ട്? 2 എണ്ണം. അപ്പോൾ 0 റേസ് ടു ജെ. വൈ പാർട്ടിലുള്ളത് എന്താ? ജെ നമ്പർ ഓഫ് സീറോസ് ആണ് വൈ പാർട്ടിലുള്ളത്. ദെൻ വാട്ട് അബൌട്ട് ഇസഡ് പാർട്ട്? ഇസഡ് പാർട്ടിൽ ബാക്കിയുള്ളത് എന്താ ഉള്ളത്? ബാക്കിയുള്ള കംപ്ലീറ്റ് 1 വന്നേക്കുന്ന ഏത് പാർട്ടിലേക്കാണ്? ഇസഡ് പാർട്ടിലേക്കല്ലേ? അപ്പോൾ ഇസഡിൽ എല്ലാ 1ഉം ഇസഡ് എടുത്തേക്കുന്നത്, ഒറ്റ 1ഉം നഷ്ടപ്പെട്ടിട്ടില്ല, അല്ലേ? കംപ്ലീറ്റ് 1 എടുത്തിരിക്കുന്ന ആരാ? ഇസഡ് ആണ്. അതുകൊണ്ടാണ് ഇസഡ് പാർട്ടിൽ 1 റേസ് ടു n എന്ന് കിടക്കുന്നത്. എത്ര 1 ഉണ്ടോ അതാ കംപ്ലീറ്റ് ഇസഡ് പാർട്ടിലാണ് ഉള്ളത്. സോ 1 റേസ് ടു n. ക്ലിയർ? ഇനി നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് അവർ ഡബ്ല്യു ഡാഷ്? ഡബ്ല്യു ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് വൈ റേസ് ടു ഐ ഇസഡ്, അല്ലേ? എക്സ് എന്താ?
0 റേസ് ടു n മൈനസ് ജെ. വൈ എന്താ 0 റേസ് ടു ജെ റേസ് ടു ഐ. ഇസഡ് എന്താ 1 റേസ് ടു n. ഓക്കെ, ഇനി നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇതിൽ ഒരു വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഐ ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വാട്ട് ഹാപ്പൻസ്? സോ ഡബ്ല്യു ഡാഷ് ഇസ് ഈക്വൽ ടു 0 റേസ് ടു n മൈനസ് ജെ, ദെൻ 0 റേസ് ടു ജെ, 0 റേസ് ടു ഐ, 1 റേസ് ടു n. ഇത് നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? അതായത് 0 റേസ് ടു n മൈനസ് ജെ, 0 റേസ് ടു ജെ ഐനെ നമുക്ക് എങ്ങനെ എഴുതാം? 0 റേസ് ടു ജെ, 0 റേസ് ടു ഐ, അങ്ങനെ കൊടുക്കണതിന് കുഴപ്പമില്ല അല്ലേ? സോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത് 0 റേസ് ടു n മൈനസ് ജെ, ദെൻ 0 റേസ് ടു ജെ റേസ് ടു ഐ എന്നല്ലേ കിടക്കുന്നത്. അപ്പോൾ ആ റേസ് ടു തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ 0 റേസ് ടു ജെ എന്ന് എഴുതാം, അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലൈഡ് ബൈ 0 റേസ് ടു ഐ എന്ന് എഴുതാം, പിന്നെ 1 റേസ് ടു n അങ്ങനെ തന്നെ ഉണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യുക? 0യുടെ ബേസ് വരുന്നതെല്ലാം നമുക്ക് ഒരുമിച്ചാക്കാമല്ലോ. സോ 0 റേസ് ടു n മൈനസ് ജെ പ്ലസ് ഐ അല്ലേ? n മൈനസ് ജെ പ്ലസ് ഐ, പിന്നെ 1 റേസ് ടു n. ക്ലിയർ? ഇനി നോക്കിയേ, 0 റേസ് ടു n മൈനസ് ജെ പ്ലസ് ജെ, n മൈനസ് ജെയും പ്ലസ് ജെയും കൂടെ പോകുമ്പോൾ അത് ക്യാൻസൽ ആവും. പിന്നെ ബാക്കിയുള്ള എന്താ? 0 റേസ് ടു n പ്ലസ് ഐ അല്ലേ? n പ്ലസ് ഐ അല്ലേ ഇനി ബാക്കിയുള്ളത്? അതെ. സോ 0 റേസ് ടു n പ്ലസ് ഐ, സോറി n പ്ലസ് ഐ അല്ലല്ലോ, n പ്ലസ് ജെ ആണ്. 1 സെക്കൻഡ്. n മൈനസ് ജെ, ഇത് ഐ ആണ് കേട്ടോ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് 0 റേസ് ടു n മൈനസ് ജെ, 0 റേസ് ടു ജെ റേസ് ടു ഐ, 1 റേസ് ടു n. ഇതിന് ഐക്ക്, സോറി ഇവിടെ എന്താ പറ്റുന്നത് വെച്ചാൽ ഐക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് കേട്ടോ. സോറി, ഇവിടെ ഞാനൊരു മിസ്റ്റേക്ക് പറഞ്ഞു. അതായത് പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമല്ല. സി 0 റേസ് ടു n മൈനസ് ജെ, 0 റേസ് ടു ജെ റേസ് ടു ഐ, ഓക്കെ, 1 റേസ് ടു n. ഇനി ഐക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 0 റേസ് ടു ജെ 2 പ്രാവശ്യം എഴുതണ്ടേ? അങ്ങനെയാണ് ഇവിടെ 2 പ്രാവശ്യം എഴുതിയത് കേട്ടോ. പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമല്ല. ഇറ്റ് മീൻസ് ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 ഹിയർ. ഇവിടെ ഞാൻ ഐക്ക് 2 എന്ന് കൊടുത്താൽ വാട്ട് ഹാപ്പൻസ്? ഇവിടെ ഞാൻ ഐക്ക് 2 എന്ന് കൊടുത്താൽ എന്താ സംഭവിക്കുക? 0 റേസ് ടു ജെ ഒരു പ്രാവശ്യം എഴുതണം, പിന്നെ 0 റേസ് ടു ജെ ഒരു പ്രാവശ്യം എഴുതണം, കാരണം ഐയുടെ വാല്യൂ ഞാൻ 2 ആക്കുക അല്ലേ? സോ ഒരു വാല്യൂ റേസ് ടു കൊടുത്താൽ അതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ താഴെയുള്ളത് എത്ര പ്രാവശ്യമാണോ അത് അത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നല്ലേ? സോ 0 റേസ് ടു ജെ 2 പ്രാവശ്യം വരും. സോ 0 റേസ് ടു n മൈനസ് ജെ, 0 റേസ് ടു ജെ, 0 റേസ് ടു ജെ, 1 റേസ് ടു n. ഇനി എന്ത് ചെയ്യുക? പവേഴ്സുകളെല്ലാം ആഡ് ചെയ്യുക. സോ 0 ബേസുകളെല്ലാം ഒരുമിച്ചാക്കുക. 0 റേസ് ടു n മൈനസ് ജെ പ്ലസ് ജെ, മൈനസ് ജെയും പ്ലസ് ജെയും ക്യാൻസലായി. ബാക്കിയുള്ള എന്താ? 0 റേസ് ടു n പ്ലസ് ജെ, 1 റേസ് ടു n അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടിയെന്ന് നോക്കിയേ. 0 റേസ് ടു n പ്ലസ് ജെ, 1 റേസ് ടു n. അത് ഒറ്റ നോട്ടിൽ തന്നെ അറിയാം ഇത് രണ്ടും സെയിം അല്ല അല്ലേ? നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എങ്ങനെയായിരുന്നു? 0 റേസ് ടു ഐ, 1 റേസ് ടു ഐ, അല്ലെങ്കിൽ നമ്മളെടുത്ത് ഡബ്ല്യൂയിൽ എങ്ങനെയായിരുന്നു? 0 റേസ് ടു n, 1 റേസ് ടു n. പക്ഷെ നമുക്ക് ഡബ്ല്യു ഡാഷ് ചെയ്ത് വന്നപ്പോൾ എന്താ കിട്ടിയത്? 0 റേസ് ടു n പ്ലസ് ജെ, സി 0 റേസ് ടു n പ്ലസ് ജെ, 1 റേസ് ടു n എന്നാ കിട്ടി. നമുക്കറിയാം n പ്ലസ് ജെ എന്തായാലും ഒരിക്കലും എന്നിനോട് ഈക്വൽ അല്ലല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് 0 റേസ് ടു n, 1 റേസ് ടു n എന്നല്ലായിരുന്നു. എന്ന് വെച്ചാൽ 0 എത്ര എണ്ണം ഉണ്ടോ അത്ര തന്നെയല്ലേ 1 ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? 0യുടെ എണ്ണം n പ്ലസ് ജെയും ഉണ്ട്, 1ൻ്റെ എണ്ണം n-ഉം ഉള്ളൂ. അപ്പോൾ എന്തായാലും n പ്ലസ് ജെ നോട്ട് ഈക്വൽ ടു n ആണല്ലോ. യെസ്, സോ n പ്ലസ് ജെ നോട്ട് ഈക്വൽ ടു n. സിൻസ് ജെ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്കറിയാം, കാരണം ജെ എന്ന് പറയുന്നത് വൈയുടെ ഒരു പാർട്ടാണ് അല്ലേ? അപ്പോൾ എന്തായാലും ജെ നള്ളാകാൻ പറ്റും. സോ അങ്ങനെ നോക്കുമ്പോൾ n പ്ലസ് ജെ നോട്ട് ഈക്വൽ ടു എന്താണ്? n ആണ്. അപ്പോൾ നമുക്കറിയാം അതെന്താണ്? അത് ഈ പറയുന്ന റെഗുലർ അല്ല. ബിക്കോസ് ഡബ്ല്യു ഡാഷ് ചെയ്തപ്പോൾ നമുക്ക് 0 റേസ് ടു n, 1 റേസ് ടു n എന്ന് പറയുന്നൊരു വാല്യൂ അല്ല കിട്ടിയത്. 0 റേസ് ടു n പ്ലസ് ജെ, 1 റേസ് ടു n, ആസ് n പ്ലസ് ജെയും n-ഉം ഒരിക്കലും ഈക്വൽ അല്ല. അതുകൊണ്ട് അതെന്തല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് നോക്കിയപ്പോൾ എന്താ മനസ്സിലായത്? n പ്ലസ് ജെ നോട്ട് ഈക്വൽ ടു n ആണ്. അപ്പോൾ എങ്ങനെ പോയാലും 0 റേസ് ടു n പ്ലസ് ജെ ഈക്വൽ ടു ഓർ 0 റേസ് ടു n പ്ലസ് ജെ 1 റേസ് ടു n എന്ന് പറയുമ്പോൾ 0യുടെ എണ്ണവും 1ൻ്റെ എണ്ണവും സെയിം ആവില്ല. സോ ദാറ്റ് ലാംഗ്വേജ് ഓർ ദാറ്റ് ഡബ്ല്യു ഡാഷ് മോൺ ബി റെഗുലർ അല്ലേ? ഇനി നമുക്ക് വേണമെങ്കിൽ കേസ് 2 കൂടെ നോക്കാം. സോ ഇൻ ദ കേസ് 2 y കണ്ടെയ്ൻസ് വൺസ്, സീറോസ് ആൻഡ് വൺസ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞാൽ എന്താ? വൈ പാർട്ടിൽ 0 മാത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കേസിൽ ഞാൻ പറയുവാണ് വൈ പാർട്ടിൽ 0യും ഉണ്ട് 1ഉം ഉണ്ട്, രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സപ്പാണ് വൈ പാർട്ട്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഈ സെയിം എക്സാമ്പിളിൽ നോക്കുക 0 0 0 0 1 1 1 1. ഓക്കെ, അതിൽ നിന്നൊരു 2 0 വൈയിലേക്ക് എടുത്തു, ഒരു 1 ഞാൻ വൈയിലേക്ക് എടുത്തു. കാരണം വൈയിൽ 0യുടെ 1ൻ്റെ മിക്സപ്പാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒരെണ്ണം എടുത്തോളൂ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അസ്യൂം ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മൾ ജനറലായിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ഒരെണ്ണം എടുത്തു രണ്ടെണ്ണം എടുത്തു എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ജനറലായിട്ടാണ് പറയുന്നത്. പക്ഷേ ജനറലായിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ നമ്മളിവിടെ കുറച്ച് വാല്യൂ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് ആ ജനറൽ കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, so here there are 4 zeros and 4 ones. Among the 4 zeros, 2 zeros are assigned to y. Among the 4 ones, 1 is assigned to y. Because y എന്താണ് നമ്മൾ പറഞ്ഞത്, y contains zeros and ones എന്ന് പറഞ്ഞേക്കാം. മിക്സപ്പാണ് വൈയിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തു. സോ ഹിയർ y ഈസ് ഈക്വൽ ടു 0 raised to j 1 raised to k. വൈയിലുള്ള 0യുടെ എണ്ണത്തിനെ j എന്ന് ഞാൻ വിളിക്കുകയാണ്, വൈയിലുള്ള 1ൻ്റെ എണ്ണത്തിനെ k എന്ന് വിളിക്കുകയാണ്. സോ ഇവിടെ 0യുടെ എണ്ണം എത്ര എണ്ണം ഉണ്ട്, 2, and 1ൻ്റെ എണ്ണം 1. സോ 0 raised to j 1 raised to k. വി നോ ദാറ്റ് y നോട്ട് ഈക്വൽ ടു എപ്സിലോൺ. ഓക്കെ, അത് നമുക്കറിയാം. സോ w ഇസ് ഈക്വൽ ടു എക്സ് വൈ സെഡ്. അങ്ങനെയാണെങ്കിൽ എക്സിലിൻ്റെ ബാക്കിയുള്ളത് എന്താണ്, j നമ്പർ ഓഫ് സീറോസ് വൈയിലേക്ക് പോയി അല്ലേ. ഇനി ബാക്കി അപ്പോൾ എക്സിലുള്ള 0 എന്തായിരിക്കും, n മൈനസ് ജെ അല്ലേ. സോ എക്സ് എന്ന് പറയുന്നത് എന്താ, 0 raised to n മൈനസ് ജെ. വാട്ട് അബൌട്ട് y ഈസ് എ മിക്സപ്പ് ഓഫ് സീറോസ് ആൻഡ് വൺസ് അല്ലേ. 0യുടെ എണ്ണത്തിന് j എന്നും പറയും, kയുടെ എണ്ണത്തിന് 0യുടെ എണ്ണത്തിന് j എന്നും പറയും, 1ൻ്റെ എണ്ണത്തിന് k എന്നും പറയും. സോ വൈയിൽ എന്തൊക്കെയുണ്ട്, 0 നമ്പർ ഓഫ് ജെയും ഉണ്ട്, j നമ്പർ ഓഫ് സീറോസും ഉണ്ട്, k നമ്പർ ഓഫ് വൺസും ഉണ്ട്. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ഇസഡിലിന് ബാക്കി എന്താ ഉള്ളത്, n നമ്പർ ഓഫ് 1ൽ നിന്ന് k നമ്പർ ഓഫ് 1 വൈയിലേക്ക് കൊടുത്തു. അപ്പോൾ ഇനി ബാക്കി ഇസഡിൽ എത്ര 1 ഉണ്ട്, ടോട്ടൽ n നമ്പർ ഓഫ് 1കളല്ലേ ഉള്ളത്, അതിൽ നിന്ന് k സബ്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള വാല്യൂ അല്ലേ ആർക്ക് കിട്ടുള്ളൂ, ഇസഡിന് കിട്ടുള്ളൂ. സോ ഇസഡിൽ എന്തുണ്ട്, 1 raised to n മൈനസ് k. ടോട്ടൽ നമ്പർ ഓഫ് എന്നിൽ നിന്ന് n 1കൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് k നമ്പർ ഓഫ് വൺസ് ആരെടുത്തു, y എടുത്തു. അപ്പോൾ ബാക്കിയുള്ള 1കളാണ് ആരിലേക്ക് പോവുള്ളൂ, ഇസഡിലേക്ക് പോവുള്ളൂ. സോ നൗ സി 0 raised to n മൈനസ് ജെ, 0 raised to j, 1 raised to k, 1 raised to n മൈനസ് കെ. ഇനി നമ്മൾ ഇതിൽ നമ്മുടെ w ഡാഷ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ വാട്ട് ഇസ് w ഡാഷ്, എക്സ് വൈ raised to i z. ഓക്കെ, എപ്പോഴും w, അപ്പോൾ n പ്ലസ് ജെയും എന്നും ഈക്വൽ അല്ലാന്ന് അറിയാവുന്ന. സോ കേസ് 2ൽ നമ്മളിപ്പോൾ നോക്കിയിരുന്നത് 0 raised to n മൈനസ് ജെ, എക്സിലേക്ക് 0 raised to n മൈനസ് ജെ, y പാർട്ട് 0 raised to j, 1 raised to k, z പാർട്ട് 1 raised to n മൈനസ് കെ. ഇനി നമ്മളിത് ഈ y പാർട്ട് i ടൈംസ് റിപ്പീറ്റ് ചെയ്യുവാണ്. സോ വാട്ട് ഹാപ്പൻസ്, 0 raised to n മൈനസ് ജെ, 0 raised to j, 1 raised to k, raised to i അല്ലേ, ഇത് ഹോൾ raised to i, then 1 raised to n മൈനസ് കെ. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ 2 ഫോർ i. സോ വാട്ട് ഹാപ്പൻസ്, 0 raised to n മൈനസ് ജെ ഒരു പ്രാവശ്യം എഴുതുക, 0 raised to j, 1 raised to k എന്നുള്ളത് 2 പ്രാവശ്യം എഴുതണം, ബിക്കോസ് raised to i അല്ലേ, i becomes 2. So 0 raised to j, 1 raised to k, 0 raised to j, 1 raised to k, 1 raised to n minus k. ക്ലിയർ. ഇനി ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റ്യൂഷനൊന്നും, ഇനി നമുക്കിത് ഫർദർ സിംപ്ലിഫൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ നോട്ടിൽ തന്നെ അറിയാം ദിസ് ഇസ് നോട്ട് റെഗുലർ. വൈ, ബിക്കോസ് ഹിയർ ദ മിക്സപ്പ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ആർ occurring, because 0 raised to n minus j, 0 raised to j, after that 1 raised to k, again 0 is coming, again 1 is coming, again 1 is coming. So as per the language, after the occurrence of zeros, only the 1 will comes. But in this case, we have obtained like 0, after 0, 1 is coming, after that again 0 is coming, after that again 1 is coming. അപ്പോൾ അത് ഒറ്റ നോട്ട് തന്നെ അറിയാം ഇതെന്താ നമ്മൾ പറയുന്ന ലാംഗ്വേജ് അല്ല ഇത്. സോ w and w dash is from different languages. So the thing is not in regular. അല്ലേ, കാരണം ഇവിടെ മിക്സപ്പ് ചെയ്ത് വന്നേക്കുന്നുണ്ടോ, 0 കഴിഞ്ഞിട്ട് 1 വന്നു അല്ലേ. നമ്മുടെ ലാംഗ്വേജ് അനുസരിച്ച് 0 എല്ലാം കഴിഞ്ഞിട്ട് 1 വരും, അത് കഴിഞ്ഞ് പിന്നെ 0 വരില്ലല്ലോ. പക്ഷെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച അനുസരിച്ച് എന്ത് കിട്ടി, 0 കഴിഞ്ഞ് 1 വന്നു, ആഫ്റ്റർ ദാറ്റ് പിന്നെയും 0 വന്നു, പിന്നെയും 1 വന്നു. അപ്പോൾ ഒറ്റ നോട്ട് തന്നെ അറിയാം നമ്മുടെ ലാംഗ്വേജ് അല്ല ഇത്. സോ വി ക്യാൻ സേ ദാറ്റ് w ഡാഷ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് എൽ, ക്യാപിറ്റൽ ലെറ്റർ എൽ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു കേസ് 3 കൂടെ നോക്കുവാണ്. ഓക്കെ, കേസ് 3ൽ അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ y കണ്ടെയ്ൻസ് ഓൺലി വൺസ് അല്ലേ. ഇപ്പം നമ്മൾ 3 കേസസ് എടുത്തു വൈയുടെ തന്നെ. ആദ്യം പറഞ്ഞു വൈയിൽ സീറോസ് മാത്രമേ ഉള്ളൂ, പിന്നെ നമ്മൾ പറഞ്ഞു വൈയിൽ 1ഉം 0ഉം രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സപ്പാന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുകയാണ് y കണ്ടെയ്ൻസ് ഓൺലി വൺസിനെ മാത്രം y ആക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും. ഓക്കെ, സോ സി ഇവിടെ നമ്മൾ അതിനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് കണ്ടോ. സീറോസ് അപ്പോൾ കംപ്ലീറ്റ് എക്സിലേക്ക് പോകും. ടേക്ക് 2 1s ആസ് y ആൻഡ് 2 1s ആസ് z. ഓക്കെ, അപ്പോൾ ആ വൈയിൽ വരുന്ന 1കളുടെ എണ്ണത്തിന് ഞാൻ j എന്ന് എടുക്കുവാണ് ഇവിടെ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, y ഈസ് ഈക്വൽ ടു 1 raised to j.
വൈയിൽ വണ്ണുകൾ എത്ര എണ്ണം ഉണ്ട്? ജെ നമ്പർ ഓഫ് വൺസ് ഉണ്ട്. ഓക്കെ, സോ വൈ നോട്ട് ഈക്വൽ ടു എപ്സിലോൺ ആൻഡ് ജെ ഗ്രേറ്റർ ദാൻ 0. നമുക്കറിയാം വൈ പാർട്ട് ഒരിക്കലും എപ്സിലോൺ ആവില്ല. അതുകൊണ്ട് തന്നെ വൈയിൽ വരുന്ന വണ്ണിൻ്റെ ജെ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എക്സ് വൈ സെഡ്. ക്ലിയർ? സോ വാട്ട് അബൌട്ട് 0? 0യിലേക്ക് അപ്പോൾ വൈയിലേക്ക് 0 പോയിട്ടില്ലല്ലോ, വൈയിൽ 1 മാത്രമേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ് എക്സിൽ ഉണ്ടായിരിക്കും, എല്ലാ 0യും കൂടെ എക്സിൽ കിടക്കും. ഓക്കെ, ഇനി വൈയിലോ? വൈയിൽ ജെ നമ്പർ ഓഫ് വൺസ് വൈയിലേക്ക് പോകും. ഓക്കെ, ഇനിയോ ഇസഡിലേക്ക് എന്താ ഉണ്ടാവുക? ടോട്ടൽ നമ്പർ ഓഫ് എന്നിൽ നിന്ന് ജെ നമ്പർ ഓഫ് വൺസ് വൈയിലേക്ക് പോയി. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എന്താ? n മൈനസ് ജെ. അത്രയുമാണ് ഇസഡിൽ വരിക. ഓക്കെ, സോ 0 റേസ് ടു n, 1 റേസ് ടു ജെ, 1 റേസ് ടു n മൈനസ് ജെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നമ്മൾ y റേസ് ടു w ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് വൈ റേസ് ടു ഐ ഇസഡ് ആ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 0 റേസ് ടു n, y മീൻസ് വാട്ട്? 1 റേസ് ടു ജെ. അപ്പോൾ y റേസ് ടു ഐ 1 റേസ് ടു n മൈനസ് ജെ. ഇനി ഐക്ക് ഞാൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയേ. 0 റേസ് ടു n, 1 റേസ് ടു ജെ 2 പ്രാവശ്യം എഴുതണം, കാരണം ഐയുടെ വാല്യൂ 2 അല്ലേ ആവുന്നത്. അപ്പോൾ 1 റേസ് ടു ജെ 1 റേസ് ടു ജെ എന്ന് വരും. സോ 1 റേസ് ടു ജെ 1 റേസ് ടു ജെ 1 റേസ് ടു n മൈനസ് ജെ. ക്ലിയർ? നൗ 0 റേസ് ടു n, 1 റേസ് ടു 1 റേസ് ടു 1 റേസ് ടു ഇതെല്ലാം ഒരുമിച്ച് എഴുതാം. സോ 1 റേസ് ടു ജെ പ്ലസ് n മൈനസ് ജെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 റേസ് ടു n, 1 റേസ് ടു ജെ പ്ലസ് എൻ അല്ലേ, കാരണം പ്ലസ് ജെയും മൈനസ് ജെയും ക്യാൻസൽ ആയി പോയാൽ പിന്നെ ജെ പ്ലസ് എൻ ഉള്ളൂ. സോ ഇതിൽ നമുക്ക് ക്ലിയർ ആണ്, n ഇസ് നോട്ട് ഈക്വൽ ടു ജെ പ്ലസ് എൻ അല്ലേ. n എന്ന് പറയുന്നത് എന്തായാലും ജെ പ്ലസിനോട് ഈക്വൽ അല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം 0യുടെ എണ്ണം n ഉള്ളൂ, പക്ഷേ 1ൻ്റെ എണ്ണം എന്താ? ജെ പ്ലസ് എൻ ഉണ്ട്. എന്നിൻ്റെ കൂടെ ജെ എന്ന് പറഞ്ഞ ഫാക്ടറോടെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആണത് എന്താ? ഇത് റെഗുലർ അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ തീരുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പാറ്റേണിലായിരിക്കണം. സോ 0 റേസ് ടു ഐ 1 റേസ് ടു ഐ നമ്മൾ ചെയ്തതാണിപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഒരു ലാംഗ്വേജ് തന്നിട്ട് റെഗുലർ ആണോ അല്ലേ എന്നുള്ളത് നോക്കാം. ഓക്കെ.